എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുനിഴൽമാല. തിരുനിഴൽമാല എന്ന പാട്ടുകൃതിയെക്കുറിച്ചാണ് ഇന്ന് ഇതിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തിരുനിഴൽമാലയെക്കുറിച്ച് പഠിക്കുന്നതിനായി ഡോക്ടർ എം ലീലാവതിയുടെ മലയാള കവിതാ സാഹിത്യ ചരിത്രം, ഡോക്ടർ എസ് വി വേണുഗോപൻ നായർ എഡിറ്റു ചെയ്ത മലയാള ഭാഷാ ചരിത്രം എന്ന കൃതിയിലെ പ്രൊഫസർ ജെ പത്മകുമാരി എഴുതിയ പാട്ടുഭാഷ എന്ന ലേഖനം, ഡോക്ടർ എസ് രാജശേഖരൻ്റെ മലയാളം ഭാഷയും സാഹിത്യവും എന്ന കൃതി, എരുമേലി പരമേശ്വരൻ പിള്ളയുടെ മലയാള സാഹിത്യം കാലഘട്ടങ്ങളിലൂടെ എന്നീ കൃതികളെ ഉപജീവിച്ചാണ് തിരുനിഴൽമാല എന്ന വിഷയത്തെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. എല്ലാ ഭാഷാ വിദ്യാർത്ഥികൾക്കും അധ്യാപക പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും ഇത് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. തിരുനിഴൽമാല എന്ന കൃതിയെക്കുറിച്ച് ചർച്ചയിലേക്ക് കടക്കാം. തിരുനിഴൽമാല എന്ന പാട്ടുകൃതി അടുത്ത കാലത്താണ് പണ്ഡിത ശ്രദ്ധയിൽപ്പെട്ടത്. പാട്ടിൻ്റെ ലക്ഷണം പൂർണ്ണമായും യോജിക്കുന്ന കൃതി രാമചരിതം മാത്രമാണ് എന്ന ധാരണയെ തിരുത്തുന്ന കൃതിയാണ് തിരുനിഴൽമാല. 1981 ജനുവരിയിൽ ഡോക്ടർ എം പുരുഷോത്തമൻ നായർ ഈ കൃതിയുടെ സംശോധിത പതിപ്പ് പ്രസാധനം ചെയ്തു. ആറന്മുളയപ്പൻ്റെ മാഹാത്മ്യമാണ് ഈ കൃതിയിൽ പ്രകീർത്തിക്കുന്നത്. ആറന്മുളയപ്പൻ്റെ മാഹാത്മ്യമാണ് പ്രകീർത്തിക്കുന്നത്. 3 ഭാഗങ്ങളായാണ് ഈ കാവ്യം തിരിച്ചിട്ടുള്ളത്. ഒന്നാം ഭാഗത്തിൽ ദേവതാസ്തുതികളും ഭാരതഖണ്ഡം, കേരളോൽപ്പത്തി, ചേരരാജ്യം, 4 തളി, എൺമർ സാമന്തർ, 64 ഗ്രാമങ്ങൾ, ആറന്മുള ഗ്രാമം എന്നിവയുടെ വർണ്ണനകൾ കാണാം. ആറന്മുള വിഷ്ണു ക്ഷേത്രം ഉൾപ്പെടെ 5 ക്ഷേത്രങ്ങളുണ്ട് ആറന്മുള ഗ്രാമത്തിൽ. അതിനെ പുരന്ദര നഗരി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. പുരന്ദര നഗരി. 6 പുറംചേരികളും 4 അകംചേരികളുമുണ്ട് ആറന്മുള ഗ്രാമത്തിന്. പുറംചേരികളിൽ ഒന്നായ ഐരൂർ ചേരിയെ കൂടുതൽ പ്രാധാന്യത്തോടെ ഈ കാവ്യത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഐരൂർ ചേരിയെ. രണ്ടാം ഭാഗത്തിൽ തുവലുഴിയലും നാഗൂറുമാണ് പ്രതിപാദ്യം. തുവലുഴിയലും നാഗൂറുമാണ് രണ്ടാം ഭാഗത്തിൽ പ്രതിപാദ്യം. കാവ്യഭാഗത്ത് ദേവേന്ദ്രൻ, വരുണൻ, ഉർവശി, മേനക, തിലോത്തമ, മലയന്മാർ, ലക്ഷ്മി, സീത, പാർവതി എന്നീ ദേവതമാരെ കാണാം. മലയരുടെ അപേക്ഷ പ്രകാരം ലക്ഷ്മി, സീത, പാർവതി എന്നീ ദേവതമാരാണ് ആറന്മുളയപ്പൻ്റെ ഇരുഭാഗത്തും നിന്ന് തുവലൊഴിയുന്നത്. ലക്ഷ്മി, സീത, പാർവതി. ആദിത്യൻ, അഗ്നി, ഇന്ദ്രൻ, യമൻ, നിഋതി, വരുണൻ, വായു, കുബേരൻ, ശിവൻ, ഗണപതി, ഷൺമുഖൻ എന്നീ ദേവതകളാണ് നാഗൂറ് പാടുന്നത്. മൂന്നാം ഭാഗത്തിൽ മലയർ അർപ്പിക്കുന്ന ബലിയുടെ വർണ്ണനമാണ്. ഈ ചോദ്യങ്ങൾ നിരവധി ഇടത്ത് കണ്ടിട്ടുണ്ട്. 4 ദിക്കുകളിൽ ബലി, ഉച്ചബലി, കളമൂട്ട് ബലി, മലയികളുടെ നൃത്തം, മലയന്മാരുടെ തുവൽ ഉണർത്തൽ, കുറത്തിയാട്ടം, പാന മുതലായവയെല്ലാം 3-ാം ഭാഗത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. കുറത്തിയാട്ടം, പാന, തുയിലുണർത്തൽ എന്നിവ ഏത് പാട്ടുകൃതിയിലാണ് ഉള്ളത് എന്ന ചോദ്യം വന്നാൽ തിരുനിഴൽമാലയാണ് ഉത്തരമായി രേഖപ്പെടുത്തേണ്ടത്. മുകിലാന മുൻചുകപ്പും മുകിൽ മുല്ല നഖം കയ്യേറ്റി തിറകൾ നീഴ്മീൻ പുള്ളി പോങ്ക തിജയെന്നും വാപിളന്തു പുകൾ കോല മന്തിയെന്നും പുലിവന്തു കുറുകക്കണ്ടു പകലോനാം മാൻകിടാവ് പരവയിൽ പായക്കാണീർ എന്നത് സന്ധ്യാവർണ്ണനയാണ്. ഈ വരി നൽകിയ ശേഷം ഇത് എന്തിൻ്റെ സൂചനയാണ് എന്ന ചോദ്യമുണ്ടായാൽ സന്ധ്യാവർണ്ണന എന്നതാണ് ഉത്തരമായി രേഖപ്പെടുത്തേണ്ടത്. തിരുനിഴൽമാലയിലെ സന്ധ്യാവർണ്ണനയാണ് മുകിലാന മുഞ്ചുകപ്പും മുകിൽ മുല്ല നഖം കയറ്റി എന്നത്.
വനമാം കഴനി തന്നിൽ വൻതെന്നൽ കരുവി പൂട്ടി ഊനമിൽ മേഘമെന്നും ഉണ്മചേർ കരുടു നീക്കി താനെഴിൽ അന്തിയെന്നും തകും പുകഴുഴവന്തു മീനെന്നും വിത്തുകോരി വിതയ്ക്കുന്ന പരിചപ്പാരീർ എന്നതും തിരുനിഴൽമാലയിലെ വരികളാണ്. വരികൾ നൽകുന്നത് പരീക്ഷയ്ക്ക് വരികൾ നൽകിക്കൊണ്ട് ഏത് കാവ്യത്തിലെ വരികളാണ് എന്ന ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയാണ്. രാമചരിതത്തിലെ ഭാഷാ രീതിയാണ് തിരുനിഴൽമാലയിലും ഉള്ളതെങ്കിലും അനുനാസികാതിപ്രസരം, താലവ്യാദേശം, സ്വരസംവരണം മുതലായ രൂപങ്ങൾ ഭാഷയിലേക്ക് വന്നു കഴിഞ്ഞതായി തിരുനിഴൽമാലയിലെ വരികളിൽ കാണാവുന്നതാണ്. അനുനാസികാതിപ്രസരം, താലവ്യാദേശം, സ്വരസംവരണം തുടങ്ങിയ രൂപങ്ങൾ 1200-1300 കാലഘട്ടത്തിൽപ്പെട്ട കൃതിയാണെന്നാണ് ഡോക്ടർ എം പുരുഷോത്തമൻ നായർ അഭിപ്രായപ്പെടുന്നത്. 1200-1300 കാലഘട്ടത്തിൽപ്പെട്ട കൃതി. വ്യാസൻ, കാളിദാസൻ, കമ്പർ മുതലായവരെ പറ്റി തിരുനിഴൽമാലയിൽ പരാമർശമുണ്ട്. ആരെയൊക്കെ പറ്റിയാണ്? വ്യാസൻ, കാളിദാസൻ, കമ്പർ. 2 വെമ്പല നാടുകളെ പറ്റിയും പന്നിയൂർ ശുഗപുര ഗ്രാമക്കാരുടെ അന്യോന്യ ശത്രുതയെപ്പറ്റിയും മാമകവേല അതായത് മാമാങ്കത്തെ പറ്റിയും തിരുനിഴൽമാലയിൽ പ്രസ്താവനകളുണ്ട്. കൊടുംകൊല്ലൂരല്ലോ വെന്നിക്കൊടിക്കൂറ തുള്ളുമേടം എന്ന പ്രസ്താവം ചേര സാമ്രാജ്യത്തിൻ്റെ പതനത്തിനു മുമ്പുള്ള ഘട്ടത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ഡോക്ടർ എം പുരുഷോത്തമൻ നായരുടെ അഭിപ്രായം. ചേര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് മുമ്പുള്ള സൂചന ഇതിൽ കാണാം. ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൃതിയാണെങ്കിലും താളിയോല ഗ്രന്ഥം കണ്ടുകിട്ടിയത് കണ്ണൂർ ജില്ലയിലെ വെള്ളൂരിലുള്ള ചാമക്കാവ് ദേവസ്വത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ്? വെള്ളൂരിലുള്ള ചാമക്കാവ് ദേവസ്വത്തിൽ നിന്ന്. ഏത് ജില്ലയിൽ നിന്നാണ്? കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും കണ്ണൂരിൽ നിന്നാണ് കണ്ടെത്തിയത്. തിരുനിഴൽമാലയുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷാ പേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം. മലനാട്ടിൽ ആദ്യമായി ഭാഷാ കവിത തുടങ്ങിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന പാട്ടുകൃതി ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം തിരുനിഴൽമാലയാണ്. മലനാട്ടിൽ ആദ്യമായി ഭാഷാ കവിത വന്നതിനെ സൂചിപ്പിക്കുന്ന കൃതി ഏതാണ്? തിരുനിഴൽമാലയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കൃത്യമായി ഉത്തരം എഴുതാൻ സാധിക്കണം. മലയർ ആറന്മുള ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന് നൽകുന്ന ബലി ഇതിവൃത്തമായി വരുന്ന പ്രാചീന കൃതി ഏത്? ആറന്മുള ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന് നൽകുന്ന ബലി ഇതിവൃത്തമായി വരുന്ന കൃതിയാണ് ഏത്? തിരുനിഴൽമാലയാണ്. ശ്രീകൃഷ്ണന് മലയർ നൽകുന്ന ബലിയാണ് തിരുനിഴൽമാലയിലെ ഇതിവൃത്തം. തിരുനിഴൽമാല കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആര്? ഇപ്പോൾ എല്ലാവർക്കും ഈ ചോദ്യത്തിന് ഉത്തരം അറിയാം. ആരാണ് തിരുനിഴൽമാല കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത്? ഡോക്ടർ എം പുരുഷോത്തമൻ നായരാണ്. തിരുനിഴൽമാല ഒരു പഠനം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ തിരുനിഴൽമാല എന്ന് കാണുമ്പോൾ തന്നെ ആരും ചാടിക്കേറി ഡോക്ടർ എം പുരുഷോത്തമൻ നായർ എന്ന് രേഖപ്പെടുത്തരുത്. വ്യക്തമായി ചോദ്യം വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. തിരുനിഴൽമാല ഒരു പഠനം എന്ന കൃതി രചിച്ചത് ഡോക്ടർ എൻ അജിത് കുമാർ ആണ്. തിരുനിഴൽമാല ഒരു പഠനം ഡോക്ടർ എൻ അജിത് കുമാർ. തിരുനിഴൽമാല കണ്ടെത്തി പ്രസിദ്ധീകരിച്ചതാണ് എം പുരുഷോത്തമൻ നായർ. തിരുനിഴൽമാലയിൽ എത്ര പാട്ടുകളുണ്ട്? എത്ര പാട്ടുകളാണ് തിരുനിഴൽമാലയിലുള്ളത്? 97 പാട്ടുകളാണ് തിരുനിഴൽമാലയിൽ കാണുന്നത്. തിരുനിഴൽമാലയിൽ എത്ര ഈരടികളുണ്ട്? 539 ഈരടികളാണ് തിരുനിഴൽമാലയിലുള്ളത്. എത്ര ഈരടികളാണ്? 539 ഈരടികളാണ് തിരുനിഴൽമാലയിലുള്ളത്. 97 പാട്ട്, 539 ഈരടികൾ. തിരുനിഴൽമാലയിലെ നിഴൽ എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നിഴൽ എന്ന വാക്ക്? തിരുനിഴൽമാലയിലെ നിഴൽ, തിരുനിഴൽ, അതിലെ നിഴലാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്?
അനുഗ്രഹം എന്ന വാക്കിനെയാണ് നിഴൽ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ശാസനങ്ങളിൽ തുടങ്ങി ഭാഷാ കൗടലീയത്തിലൂടെയും അനന്തപുര വർണ്ണനത്തിലൂടെയും ലീലാതിലകത്തിൽ വന്നെത്തുന്ന കേരള ഭാഷയുടെ മുഖ്യ സ്വഭാവഭേദങ്ങൾ തിരുനിഴൽമാലയിൽ കാണാം എന്നഭിപ്രായപ്പെട്ടതാര്? P.M. വിജയപ്പനാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. പരശുരാമൻ മണിമുറം എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത് എന്ന ഐതിഹ്യം കാണുന്ന കാവ്യം ഏതാണ്? തിരുനിഴൽമാലയാണ്. പരശുരാമൻ മുറമെറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത് എന്ന ഐതിഹ്യം കാണുന്ന കാവ്യം, പ്രാചീന പാട്ടുകൃതി തിരുനിഴൽമാലയാണ്. കേരളനാണ് കേരളം പരിപാലിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് പിൽക്കാലത്ത് ഈ ഭൂവിഭാഗം അറിയപ്പെട്ടതെന്നും പറയപ്പെടുന്ന കാവ്യം ഏത് കാവ്യമാണ്? തിരുനിഴൽമാലയാണ്. അപ്പോൾ കേരളൻ എന്ന് പേരായ ആളാണ് കേരളം ഭരിച്ചത്, ഈ നാട് ഭരിച്ചത്. അതുകൊണ്ടാണ് ഈ നാടിന് കേരളം എന്ന പേര് വന്നത് എന്ന് പറയുന്നത് തിരുനിഴൽമാലയിലാണ്. ഏതു ഭാഗത്താണ് തിരുവാറന്മുളയപ്പന് മലയർ നൽകുന്ന ബലിയെക്കുറിച്ച് വർണ്ണിക്കുന്നത്? 12-13 പാട്ടുകളിലാണ് തിരുവാറന്മുളയപ്പന് മലയർ നൽകുന്ന ബലിയെക്കുറിച്ച് വർണ്ണിക്കുന്ന പാട്ടുകൾ ഉള്ളത്. പാട്ടിലെ ഭാഷയെക്കുറിച്ച് ലീലാതിലകകാരൻ പറയുന്നത് എന്താണ് പാട്ടിലെ ഭാഷയെക്കുറിച്ച് ലീലാതിലകകാരൻ പറയുന്നത്? ഇത് തിരുനിഴൽമാല ഒരു പാട്ടുകൃതി ആയതുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയത്. പാട്ടിലെ ഭാഷയെക്കുറിച്ച് ലീലാതിലകകാരൻ പറയുന്നത് പാണ്ഡ്യഭാഷാ സാരൂപ്യം ബാഹുല്യേന പാട്ടിൽ കേരള ഭാഷായാം ഭവതി എന്നാണ്. പാണ്ഡ്യഭാഷാ സാരൂപ്യം ബാഹുല്യേന പാട്ടിൽ കേരള ഭാഷായാം ഭവതി. അടുത്തത് തിരുനിഴൽമാലയിലെ കുറച്ച് വരികൾ നമുക്ക് നോക്കാം. വരികളിലെ ശൈലികൾ കൃത്യമായി ശ്രദ്ധിച്ച് വേണം ഓരോ വരികളും വായിക്കാൻ. അപ്പോഴാണ് ഉത്തരം എഴുതാൻ എളുപ്പമാവുന്നത്. അഖിലമാമുദയ വെപ്പും അത്തമാം പൊരുപ്പും തമ്മിൽ തികപദമറിയ വേണ്ടി തിരയെന്നും തരാജിലിട്ടു നികഴുഞ്ചീർ തെന്നൽ തട്ടാൻ നിറുത്തിന മകുടുപോലെ കനകതാവളത്തിൽ വന്നു കതിരവൻ നിലക്ക കാണീർ എന്നത് മധ്യാഹ്ന വർണ്ണനയാണ്. തലമെഴും നലം പൊലിന്ത തമിഴ്കവി തന്ന പിന്ന മലനാടു തന്നിൽ നിന്നു മറുവറു കുറുമൂർ പള്ളി തങ്ങളാലായവണ്ണം ചമത്തുടൻ നികഴ്ത്തിനാരെ അങ്ങനെ ഇരിക്കും മേതിൽ അകുതികൾ ഞാങ്ങളെല്ലാം ഇനി നിന്നു കവിയുരപ്പാൻ ഇടമില്ലെന്നറിന്തു പിന്നെ കനകത്തിലാജ കൊണ്ടു കവിക്കു പോയി നടക്കും നാട്ടാർ. രാമചരിതത്തിലെ ഭാഷാരീതിയാണ് ഇതിലുള്ളതെങ്കിലും അനുനാസികാദിപ്രസരം, താലവ്യാദേശം, സ്വരസംവരണം മുതലായവ വന്നു കഴിഞ്ഞതായി കാണുന്ന രൂപങ്ങൾ തിരുനിഴൽമാലയിൽ ധാരാളമായി കാണുവാൻ സാധിക്കും. അതും കൂടെ ഈ വരികൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തിരുനിഴൽമാലയുടെ രചയിതാവ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കാവ്യത്തിൽ തന്നെ സൂചന നൽകുന്നതിനാൽ അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഗോവിന്ദൻ ചൊൽ തിരുനിഴൽമാല എന്ന് കവി തന്നെ കാവ്യത്തിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാമചരിതത്തിലും ഇത്തരത്തിലൊരു സൂചനയുണ്ട് എന്നതുപോലെ തന്നെയാണ് തിരുനിഴൽമാലയിലും കാണുന്നത്. തിരുനിഴൽമാലയുമായി ബന്ധപ്പെട്ട 99% ഭാഗങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ വരികൾ ഉൾപ്പെടെ എല്ലാവരും കൃത്യമായി എഴുതി പഠിക്കണം എന്ന് പറയുന്നു. വളരെ ചെറിയ ഒരു ഭാഗമായതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ഓർമ്മയിൽ ഇരിക്കുന്ന വണ്ണമാണ് ഇതിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. പാട്ടുപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട 2 ഭാഗങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. തിരുനിഴൽമാല, രാമചരിതം എന്നിവ. മറ്റൊരു പുതിയ വീഡിയോയുമായി അധികം വൈകാതെ കണ്ടുമുട്ടാം. നന്ദി.